അപ്പോൾ ഞാനിന്ന് ഈ പ്ലേറ്റിലെടുത്ത് വെച്ചേക്കണത് എന്താണെന്നറിയുമോ, നല്ല പോർക്ക് വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായിട്ടുണ്ട് പോർക്ക് കിട്ടിയിട്ട്. അപ്പോൾ കിട്ടിയപ്പോൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനായിട്ട് ഞാൻ 1 കിലോ പോർക്കാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ കടക്കാരൻ എന്നെ പറ്റിച്ചു, മുഴുവനും പുറംതൊലിയാണ് കിട്ടിയത്. കുറച്ച് മാത്രമേ ഉള്ളിലത്തെ പീസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഭയങ്കര നെയ്യായിരുന്നു കറി ഉണ്ടാക്കിയപ്പോൾ. പിന്നെ ഞാൻ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ പാനിലിട്ടിട്ട് ഇതിങ്ങനെ സിമ്മിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. തീ കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകരുത്. അപ്പോൾ അതിൻ്റെ ഒരു പാകം കളർ ഇതേ ഇങ്ങനെ മാറി വരണം. നല്ല മണം ഉണ്ടായിരിക്കും ഈ സമയത്ത്. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച പോർക്കില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ മസാലകളൊക്കെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതൊന്ന് പെനയ്ക്കാനായിട്ട് കുറച്ച് നേരം ആറാൻ വെക്കണം. നല്ല ചൂടുണ്ടായിരിക്കും പൊടി. അപ്പോൾ കൈയിട്ട് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂട്ടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ച് മിക്സ് ചെയ്താൽ തന്നെ കേട്ടോ എല്ലായിടത്തേക്കും നല്ലപോലെ ആവുള്ളൂ. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ മതി. പിന്നെ ചിലരൊക്കെ ഇത് ഉരുളിയിൽ തുറന്ന് വേവിക്കും, പക്ഷെ അത് ഒരുപാട് സമയം ആവശ്യമാണ് അങ്ങനെ വേവിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് കുക്കറിൽ ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല വേവുണ്ട്. ഒരു 5-6 വിസിലൊക്കെ അടിക്കേണ്ടി വരും. ഞാനൊരു 4 വിസിലടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അത് വേവണം. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. 3 ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ 3 പച്ചമുളക്, 2 സവോളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തുള്ളൂ കേട്ടോ. ഇതിൽ നല്ലപോലെ നെയ്യ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അതൊന്ന് വഴലാൻ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഇതിട്ട് കൊടുത്തു. പിന്നെ അതൊന്നിങ്ങനെ മൂത്ത് കളറ് മാറുമ്പോൾ പച്ചമുളകും വേപ്പിലയും പിന്നെ നേരത്തെ നന്നാക്കി വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ സവോളയ്ക്ക് പകരം ചെറിയുള്ളി ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേഗം വഴന്ന് കിട്ടും. പിന്നെ നമ്മൾ പോർക്ക് വേവിക്കാൻ വെച്ചില്ലേ, അത് വെന്ത് വരുമ്പോൾ അതിൽ നല്ലപോലെ നെയ്യ് ഉണ്ടാവും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ആ നെയ്യ് ഒഴിച്ചിട്ട് ഈ സവോളയും ഇഞ്ചിയും വഴറ്റാവുന്നതാണ്. പക്ഷെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വഴറ്റിയത്. അപ്പോൾ ഇത് ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുത്തു കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി തൂവി കൊടുത്തു കേട്ടോ. പിന്നെ ഈ സമയത്ത് തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തു. അപ്പോൾ ദാ ഇത് ആവശ്യത്തിന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കുക്കറിൽ വിസിലടിക്കാൻ വെച്ച പോർക്ക് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് വഴന്ന് പാകമായി വന്നതിലേക്ക് നമ്മൾ ആ വെന്ത പോർക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് നന്നായി ഇളക്കി തിളയ്ക്കാൻ വെക്കുക കേട്ടോ. കുറച്ച് നേരം തിളച്ച് വറ്റി അതിലേക്ക് ആ മസാലകളൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കണം. അതുവരെ അതൊന്ന് ഇളക്കി വേവിക്കാൻ വെക്കുക കേട്ടോ. ഇത് കുക്കറിൽ നിന്ന് ചീഞ്ചട്ടിയിലേക്ക് തട്ടണേക്കാൾ മുന്നേ അത് വെന്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ നെയ്യൊക്കെ പൊന്തി നിൽക്കുന്നുണ്ടാവും. നമുക്ക് ആവശ്യം ഇല്ലെങ്കിൽ നമുക്ക് ആ നെയ്യൊക്കെ ഒഴിച്ച് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഈ പോർക്കിൻ്റെ നെയ്യ് ഇങ്ങനെ വെന്തതിന് ശേഷം ഒഴിവാക്കി മാറ്റി എടുത്ത് വെച്ചിട്ട് കൂർക്ക ഉപ്പേരിയിൽ വറുത്തിടുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കൂർക്ക ഉപ്പേരി നല്ല ടേസ്റ്റാണ്. ഞാനതിൽ നെയ്യൊന്നും ഒഴിവാക്കി മാറ്റിയിട്ടില്ല കേട്ടോ. അതിൽ വെള്ളമൊക്കെ വറ്റാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കുക. അപ്പോൾ തന്നെ അത് നന്നായി കുറുകി വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പോർക്ക് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോർക്ക് കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.